ഏറെ സമാധാനീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടപ്പെട്ട അടിയങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ അഫ്രാദാരികളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ പറഞ്ഞവർക്കെല്ലാം അല്ലാഹു പ്രധാനം ചെയ്യട്ടെ. ധാരാളം ആളുകൾ ദുആ അല്ലാഹു എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു മനസ്സിലാക്കട്ടെ. ജീവിതകാലം പ്രസക്തോടെ ദുആഇലായി ജീവിക്കാനും മരിക്കുന്ന നേരത്ത് പൂർണ്ണ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് എന്താണെന്ന ചോദ്യത്തിന് മറുത്തൊരു സംശയമില്ലാത്ത വിധം നമുക്ക് പറയാൻ കഴിയണം. അൽഹംദുലില്ലാഹി അല്ലദീ ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽ അന്ധമായി ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നതാണ് നമുക്ക് അല്ലാഹു തആല നൽകിയ പ്രത്യേകത. അതൊരു നിഅമത്താണ്, അനുഗ്രഹമാണ്. അമ്പിയാക്കൾ പോലും കൊതിച്ചിരുന്ന ഒരു പദവിയാണ് അല്ലാഹു തആല ദാനമായി നമുക്ക് നൽകിയത്. ആ പദവി നമുക്ക് റബ്ബ് നൽകിയത് ഒരു ഭിക്ഷയാണ്, അല്ലാഹുവിന്റെ ഒരു ദാനമാണ്. നമ്മൾ അതിനു വേണ്ടി പ്രത്യേകമായി ഒന്നും ചെയ്തിട്ടല്ല. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടോ നമ്മുടെ ജീവിതം കൊണ്ടോ അതിന് പകരമായി നമുക്കൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ അല്ലാഹു നമുക്ക് ദാനമായി പ്രത്യേകമായി നമുക്ക് കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളാണ് നമുക്ക് ഭാഗ്യം ലഭിച്ചത്. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പറ്റി പറഞ്ഞത് എന്താണ്? നിങ്ങൾ അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. ഈ ജനതയെ അല്ലാഹു പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ അല്ലാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തതാണ്. തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് പേര് നൽകിയതും അല്ലാഹുവാണ്. സൂറത്തുൽ ഹജ്ജിലെ 78ാമത്തെ ആയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളെ പ്രത്യേകമായി സവിശേഷമായി തിരഞ്ഞെടുത്തു, നിങ്ങൾക്ക് അല്ലാഹു തആല മുസ്ലിമീങ്ങൾ എന്ന നാമകരണം നൽകുകയും ചെയ്തു. മുൻകഴിഞ്ഞു പോയ ഉമ്മത്തുകൾക്കും സമുദായങ്ങൾക്കൊന്നുമില്ലാത്ത സവിശേഷമായ സ്ഥാനം ഈ ഉമ്മത്തിന് അല്ലാഹു ദാനമായി നൽകിയിട്ടുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് ലഭിച്ചൊരു പദവിയാണ്. നമ്മൾ ആരും ഒരു കർമ്മവും അല്ലാഹുവിനെ ഹസനത്തായിട്ട് പകരം കൊടുക്കാതെ അല്ലാഹു നമുക്ക് നൽകിയതാണ്. ഈ ദാനത്തിന്റെ വലിപ്പത്തെ കുറിച്ച് നമുക്ക് ഇപ്പോൾ ബോധമുണ്ടാകില്ല. ആ വലിപ്പം നമ്മൾ അറിയുന്നതാണ് ബർസഖിൽ എത്തുമ്പോഴാണ്. അന്ത്യനാളിൽ എല്ലാ പ്രവാചകന്മാരും കൈയൊഴിയുന്ന നേരത്ത്, പ്രവാചകന്മാരെ അവരുടെ അനുയായികൾ പോലും കൈയൊഴിയുന്ന നേരത്ത് അവർക്ക് പോലും സാക്ഷികളായി ഉണ്ടാകുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണെന്ന് അല്ലാഹു പറയുന്നത് എല്ലാ സമുദായങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിച്ച റബ്ബാണ്. അതിനേക്കാൾ വലിയ അംഗീകാരമില്ല. തൗറാത്തിൽ ഈ സമുദായത്തെ പറ്റി പറഞ്ഞത് സഫ്വത്തുർ റഹ്മാൻ എന്നാണ്. സഫ്വത്തുർ റഹ്മാൻ, അല്ലാഹുവിന്റെ പക്കൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട വിഭാഗമെന്ന് തൗറാത്തിൽ ഈ സമുദായത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇഞ്ചീലിൽ ഈ സമുദായത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവർ അല്ലാഹുവിന്റെ പ്രത്യേകക്കാരായ ആളുകളാണെന്ന് പരിചയപ്പെടുത്തി. ബനു ഇസ്രായേലുകാരായ ആളുകളുടെ ബനു ഇസ്രായേൽ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അമ്പിയാക്കളുടെ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിലെ പണ്ഡിതന്മാർക്കുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഈ സമുദായത്തിൽ അല്ലാഹു വാരിക്കോരി നൽകി. ലൗഹിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട്, അൽവാഹികൾ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ തഫ്സീറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ലൗഹകൾ വായിച്ചപ്പോൾ ഞാൻ അവിടെ ഒരു മർഹൂമായ സമുദായത്തെ കണ്ടു, പ്രത്യേകം റഹ്മത്ത് ചെയ്യപ്പെട്ട ഒരു സമുദായം. ആരാണ് ആ സമുദായം? അവരെ കുറിച്ച് പറഞ്ഞു തരും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഹുവ ഉമ്മത്തു അഹ്മദ്, അഹ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. എന്താണ് അവരുടെ പ്രത്യേകത? യർദൗന ബിയസീർ, ഞാൻ അവർക്ക് ചെറുത് കൊടുത്താൽ പോലും അവർക്കത് തൃപ്തികരമാണ്. ബനു ഇസ്രായേലുകാരെ പോലെയല്ല. മൂസാ നബിയോട് പറയുന്ന വാക്ക് തന്നെ ഏതാ?
ഞാൻ അവർക്ക് ചെറുത് കൊടുത്താൽ പോലും അവർക്കത് തൃപ്തികരമാണ്. അതുകൊണ്ട് തന്നെ അവർ ചെറുത് ചെയ്താൽ പോലും എനിക്കതും തൃപ്തികരമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ബനൂ ഇസ്രായേലുകാർക്ക് എല്ലാ നന്മകളും കൊടുത്തവർ വീണ്ടും ചോദിക്കുക. അവസാനം സ്വർഗത്തിൽ നിന്ന് മന്നും സൽവയും ഇറക്കി കൊടുത്തു. സ്വർഗത്തിൽ നിന്നുള്ള പാനീയങ്ങളും ഭുജിക്കാനും പാനം ചെയ്യാനും സ്വർഗത്തിൽ നിന്നുള്ള വിഭവങ്ങൾ കൊടുത്തപ്പോഴും അവരെന്താ പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില. മൂസാ, നീ നിന്റെ പടച്ചോനും പോയിട്ട് യുദ്ധം ചെയ്തോളൂ. നീ നിന്റെ പടച്ചോനും പോയി യുദ്ധം ചെയ്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കാം. ബനൂ ഇസ്രായേലുകാർ കൊടുത്ത മറുപടി അതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് അങ്ങനെയല്ല. ബദറിലേക്ക് യുദ്ധക്കടത്തിലേക്ക് എത്തിപ്പെടേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ പറഞ്ഞത്, സഅദ് റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി എന്താണ്? ബനൂ ഇസ്രായേലുകാർ പറഞ്ഞതുപോലെ അങ്ങയോട് ഞങ്ങൾ പറയില്ല. മദീനയിലെ ആൾപ്പാർപ്പില്ലാത്ത വിജനമായ പ്രദേശത്തേക്ക്, ചെങ്കുത്തായ മലമ്പ്രദേശങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെന്നാലും അങ്ങയുടെ പിറകെ ഓരോ കാലടി വെച്ചിട്ട് ഞങ്ങൾ കടന്നു വരും. ഇത് പറയുന്നവരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ലോഹിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അനേകം പ്രത്യേകതകൾ ഉമ്മത്തിനെ കുറിച്ച് പറയുന്നത് കണ്ടു. ധാരാളം പ്രത്യേകതകൾ, മറ്റാർക്കും നൽകപ്പെടാത്ത പ്രത്യേകതകൾ. ഈ ഭൂമിയിലേക്ക് അവസാനം നിയോഗിക്കപ്പെടുന്നു. പക്ഷെ ആഖിറത്തിൽ ആദ്യമായി ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന സമുദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാണ്. അത് എന്റെ സമുദായത്തിന് പദവി നൽകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, ഇല്ല, അത് ഉമ്മത്തു അഹ്മദ് കൊണ്ടുപോയി. അങ്ങനെ പറഞ്ഞു അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ പരിചയപ്പെടുത്തിയിട്ട് പറയാൻ, ഞാൻ ലോഹിൽ ഇങ്ങനെ വായിച്ചപ്പോൾ സമുദായത്തെ കണ്ടു. ഇദാ ഹമ്മു ബിഹസനത്തിൻ, അവർ ഒരു നന്മ ചെയ്യണമെന്ന് കൊതിച്ചു, പക്ഷെ ചെയ്തില്ല എങ്കിൽ അവർക്ക് അതിന്റെ പേരിൽ ഒരു പ്രതിഫലം രേഖപ്പെടുത്തി വെക്കുമെന്നുണ്ട്. അവർ ഒരു നന്മ ചെയ്താലോ 10 പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. ഒരു തിന്മ അവർ ചെയ്യണമെന്ന് കൊതിച്ചു, പക്ഷെ ചെയ്തില്ല, ഒരു കുറ്റവും അവർക്കില്ല. അഥവാ ചെയ്തു പോയാലോ ഒരു തെറ്റു മാത്രമേ അവർക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, ഇത് എന്റെ സമുദായത്തിന് ഈ ഒരു അംഗീകാരം നൽകുമോ? അല്ലാഹുവിന്റെ മറുപടി, ഉമ്മത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനാണ് എല്ലാ അംഗീകാരങ്ങളും. അവർ ചെറിയ ഒരു ഭക്ഷണം അവരുടെ വായിലേക്ക് കൊണ്ടുപോയി വെച്ച്, അല്ലാഹുവിന്റെ പേര് ചൊല്ലി വായിലേക്ക് കൊണ്ടുപോയി വെച്ച് അവരുടെ വയറിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ അല്ലാഹു അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുമെന്ന് ലോഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ പ്രത്യേകതകൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ചോദിക്കുമ്പോഴേക്ക് നൽകപ്പെടുകയാണ്. ഉദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അത് വെറുതെ പറഞ്ഞതല്ല, അതൊരു ഓഫറാണ്. മറ്റു സമുദായങ്ങൾക്ക് ആർക്കും നൽകപ്പെടാത്ത ഒരു സ്ഥാനം. മൂസാ നബിയുടെ സമുദായത്തിന് മഴ വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ അവർ നേരെ പോയിട്ട് മൂസാ നബിയോട് ചോദിക്കണം അലൈഹിസ്സലാം. എന്നിട്ട് ആ പ്രവാചകനാണ് അല്ലാഹുവിനോട് ചോദിക്കാൻ അനുവാദമുള്ളൂ. എല്ലാ സമുദായങ്ങൾക്കും അങ്ങനെയാണ്. അവരുടെ പ്രവാചകന്റെ അരികിൽ ചെന്നിട്ടാണ് അവരുടെ ആവലാദികൾ പറയേണ്ടത്. അല്ലാഹുവിനോട് നേരിട്ട് പോയി പറയാൻ അവർക്ക് അനുവാദമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവസാന സമുദായമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് അല്ലാഹു കൊടുത്ത വാഗ്ദാനമാണ്, ഓഫറാണ്. ഉദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ തന്നെ ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുമെന്ന്. ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. അനേകം പ്രത്യേകതകൾ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് അവസാനമായി ചോദിക്കുന്നത്, അല്ലാഹുവേ ബസത്ത, നീ വിശദമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഉമ്മത്തു മുഹമ്മദിന്റെ പ്രത്യേകതയെ കുറിച്ച്. അതുകൊണ്ട് അവസാനം ഒരൊറ്റ ചോദ്യമാണ് എനിക്കുള്ളത്, ഫജ്അൽനി മിൻ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ ആ സമുദായത്തിൽ നമ്പറാക്കുമോ? മൂസാ നബി കൊതിച്ചുപോയ സ്ഥാനമാണത്. റിസാലത്തും നുബുവത്തും ലഭിക്കപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമാണ് എനിക്കും നിങ്ങൾക്കും ലഭിച്ചതുപോലെയുള്ള ഒരു സ്ഥാനം വേണമെന്ന് കൊതിക്കുന്നത്. ആ സ്ഥാനത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. ആ മഹത്വത്തിന്റെ കാരണക്കാരാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനോട് നമുക്ക് നമ്മുടെ ഈമാൻ കടപ്പെട്ടത് അവിടത്തോടാണ്. ഈമാൻ പോകട്ടെ, നമ്മുടെ ഈ ജീവിതത്തിന്റെ ഓരോ സ്ഥാനങ്ങളും പദവികളും നാളെ ബർസഖിൽ നൽകപ്പെടുന്ന സ്ഥാനം പോലും കടപ്പെട്ടത് നബിതങ്ങളോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നതാണ്, അന്ത്യനാളിൽ ഈ ഉമ്മത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു കറുത്ത രോമമുള്ള ആടിന്റെ കറുത്ത രോമങ്ങൾക്കിടയിൽ വെളുത്ത രോമം എങ്ങനെയാണ് ഉദിച്ചു നിൽക്കുന്നത്, അതുപോലെയാണ് എന്റെ ഉമ്മത്തെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കുഫാറുകൾ എണ്ണം കൊണ്ട് കൂടുതലായിരിക്കും,
എണ്ണം കൊണ്ട് കൂടുതലായ കുഫാറുകൾക്കിടയിൽ, അമുസ്ലിമീങ്ങൾക്കിടയിൽ, മറ്റു സമുദായങ്ങൾക്കിടയിൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് കൈകാലുകൾ പ്രകാശിക്കപ്പെട്ട സമുദായമായിട്ട് ഇങ്ങനെ ശോഭിച്ചു നിൽക്കും. നമ്മൾ എന്താ അതിന് മാത്രം ചെയ്തിട്ടുള്ളത്? എന്താ നമ്മൾ അതിന് മാത്രം? അള്ളാഹുവിന്റെ ദാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന നിഅമത്തിനെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹ്. അവിടെയല്ലേ സന്തോഷം വേണ്ടത്? അവിടെയല്ലേ നമുക്ക് ആസ്വാദനം വേണ്ടത്? ജീവിതത്തിൽ ചെറിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ സന്തോഷിക്കുന്നവരാണ്. മക്കൾ പരീക്ഷയിക്കുമ്പോഴേക്കും ഒരു വിവാഹാഘോഷം ഉണ്ടാക്കുമ്പോഴേക്കും സന്തോഷത്തിന്റെ പുത്തിരികളാണ്. പക്ഷേ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഒറ്റക്കിരുന്ന് ചിന്തിച്ചാൽ അവർക്ക് നൽകപ്പെടുന്ന അംഗീകാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അംഗീകാരവും പതക്കവും എന്താണ്? അത് ഉമ്മത്ത് മുഹമ്മദിൽ ഒരു അംഗമാവുക എന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ വലിയ സന്തോഷങ്ങൾ എന്താണ്? ആ അംഗീകാരത്തിന്റെ വലിപ്പം നമ്മൾ അറിയുന്നത് ബർസഖിലാണ്. فكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس. അന്ത്യനാളിൽ വരുന്ന മനുഷ്യർക്ക് മുഴുവൻ ഇതര സമുദായങ്ങൾക്കും സാക്ഷികളായി നിൽക്കപ്പെടുന്നത് ഹബീബിന്റെ ഉമ്മത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നുൽ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 1000 കൊല്ലം ദഅവ നടത്തിയ പ്രവാചകനാണ്. നൂഹ് നബിയെ അന്ത്യനാളിൽ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കപ്പെടും. എന്നിട്ട് ചോദിക്കും, അല്ലാഹു ഹൽ ബല്ലഗത, ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോ ജനങ്ങൾക്ക്? നഅം അല്ലാഹുവേ, ഞാൻ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. നൂഹ് നബിയുടെ സമുദായത്തെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ചോദിക്കും, നിങ്ങൾക്ക് നൂഹ് നബിയിൽ നിന്ന് വിവരങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത പറയുന്നത് എന്താണ്? മാ അതാനാ മിൻ നദീർ, ഞങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരനും വന്നിട്ടില്ല. സ്വന്തം സമുദായം പ്രവാചകനെ ധിക്കരിക്കുകയാണ്, തിരസ്കരിക്കുകയാണ്. നൂഹ് നബി പറയുന്നു, ഞാൻ അവർക്ക് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് 1000 കൊല്ലം. പക്ഷേ നൂഹ് നബിയുടെ സമുദായം പറയുന്നു, മാ അതാനാ മിൻ നദീർ, ഞങ്ങൾക്കാരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. സ്വന്തം പ്രവാചകനെ കുഴിയിൽ ചാടിക്കുന്ന സമുദായം. അപ്പോഴാണ് അല്ലാഹു തആല നൂഹ് നബിയോട് പറയുന്നത്, നിങ്ങളുടെ സമുദായം നിഷേധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സാക്ഷികൾ വേണം. ആരാണ് സാക്ഷികൾ എന്ന് ചോദിക്കുമ്പോ നൂഹ് നബി ധൈര്യത്തോടു കൂടി പറയുന്ന വാക്ക് മുഹമ്മദ് നബിയും അവരുടെ സമുദായവും എന്റെ സാക്ഷികളാണ്. മറ്റു സമുദായം ചോദിക്കും, എങ്ങനെ? നിങ്ങളെ കാണാത്ത, നിങ്ങളുടെ സമുദായത്തെ കാണാത്ത, നിങ്ങളുടെ തബ്ലീഗ് അനുഭവിക്കാത്ത ഒരു വിഭാഗം എങ്ങനെയാണ് നിങ്ങൾക്ക് സാക്ഷി നൽകുക? അല്ലാഹുവിന്റെ ചോദ്യമാണ് ഈ സമുദായത്തോട്, ഉമ്മത്ത് മുഹമ്മദിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എങ്ങനെയാണ് ഇത് സ്ഥിരീകരിക്കുന്നത്? അപ്പൊ പറയുന്ന മറുപടി എന്താണ്? അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളിലേക്ക് വന്നു, നീ ഇറക്കി കൊടുത്ത ഖുർആനുമായിട്ടാണ് വന്നത്, നീ സ്വാദിഖാണ്, ഞങ്ങളുടെ ഹബീബ് റസൂൽ സ്വാദിഖാണ്, നീ പറഞ്ഞ കലാമും സ്വാദിഖാണ്. ആ സ്വാദിഖായ കലാമിൽ പറഞ്ഞിട്ടുണ്ട്, നൂഹ് നബിയെ നിയോഗിക്കപ്പെട്ടു, ആ സമുദായത്തിന് ദീന് പറഞ്ഞു കൊടുത്തു, തൗഹീദിലേക്ക് അവരെ ക്ഷണിച്ചു, അവർ ആ ക്ഷണം തിരസ്കരിച്ചു എന്ന് ഇന്ന ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് സദഖ മുഹമ്മദുൻ വ ഉമ്മതു വ സദഖ നൂഹ് അലൈഹിസ്സലാം, എല്ലാവരും പറഞ്ഞ സത്യമാണെന്ന് അല്ലാഹു സ്വീകരിക്കുന്നത് ഈ ഉമ്മത്തിന്റെ വാക്ക് കേട്ടിട്ടാണ്. ഇത്രമേൽ വലിയ അംഗീകാരമാണത്. ഒരു പ്രവാചകനെ സ്വന്തം സമുദായം പോലും തിരസ്കരിക്കുന്ന നേരത്ത് അവർക്ക് സാക്ഷികളായി നിർത്തപ്പെടുന്നത് ഫകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ്, ഈ സമുദായമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് കൂടി ഒരു ജനാസ ഇങ്ങനെ കൊണ്ടുപോയി. ജനാസ കൊണ്ടുപോയപ്പോൾ ആ ജനാസയെ കുറിച്ച് ആളുകൾ ഇങ്ങനെ മദ്ഹ് പറഞ്ഞു, നല്ലത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വജബത്ത് വജബത്ത് വജബത്ത്, നിങ്ങൾ ആ പറഞ്ഞതൊക്കെ അയാൾക്ക് കിട്ടും. പിന്നൊരിക്കൽ മറ്റൊരു ജനാസ കൊണ്ടുപോയി. ആ ജനാസ കൊണ്ടുപോയപ്പോൾ അതിലെ ആ ജനാസയെ കുറിച്ച്, ആ മനുഷ്യനെ കുറിച്ച് വളരെ മോശപ്പെട്ട അഭിപ്രായങ്ങൾ ആളുകൾ പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, വജബത്ത് വജബത്ത് വജബത്ത്, നിങ്ങൾ പറഞ്ഞതൊക്കെയും അവർക്ക് കിട്ടി. അപ്പോഴാണ് ചോദിച്ചത്, എന്താണ് അതിന്റെ കാരണം? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കേവലം ഒരു സമുദായമല്ല, നിങ്ങൾ ഉമ്മത്തുൻ വസതാ, മറ്റു ജനങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകൾ, നിങ്ങൾ അവർക്ക് സാക്ഷികളാണ്. നിങ്ങൾ എന്താണോ പറയുന്നത് അതാണ് അല്ലാഹു തആല അവരെ കുറിച്ച് സ്വീകരിക്കുക. ഇത്രമേൽ വലിയ പദവിക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്?
ആ പദവിയെ കുറിച്ച് ഓരോ സെക്കൻഡിലും ബോധമുള്ളവരായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അവർക്ക് പിന്നെ ആ ബോധം ഉണ്ടാകാൻ വേറെ ചില സംഗമങ്ങൾ നടത്തേണ്ട കാര്യമുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറു തജല്ലിയെ ഇരു കണ്ണുകളെ കൊണ്ട് കണ്ടനുഭവിച്ച് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചവരാണ്. അവർക്കിനി എന്തിനാ മറ്റൊരു ആഘോഷത്തിന്റെ വേദികൾ? അത് കാലക്രമേണ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോ അവനവന്റെ പദവിയെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുമ്പോ ആ ബോധം നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഈമാനിന്റെ വേരുകൾ നമ്മിൽ നിന്ന് ഇങ്ങനെ ഊർന്നിറങ്ങി പോകുന്ന കാലമാണ് ആഖിറുസ്സമാൻ. ആഖിറുസ്സമാനിൽ ഏറ്റവും കൂടുതൽ ഈമാനിന്റെ വേരുറപ്പിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ചെയ്യേണ്ടത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ആത്മബന്ധത്തെ സ്ഥാപിച്ചെടുക്കലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇബ്ലീസിന്റെ കെണിവലകളിൽ പെട്ടുപോകരുത്. ഹബീബിനെ കുറിച്ചുള്ള ആസ്വാദന വചനങ്ങൾ പറയുമ്പോൾ അസ്വസ്ഥനായ ഒരാൾ മാത്രമേ ഉള്ളൂ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം കൊണ്ട് ശത്രുക്കൾ പോലും സന്തോഷിച്ച വേളയിൽ അട്ടഹസിച്ചുകൊണ്ട് തന്റെ വിലാപം തന്റെ വ്യസനം അറിയിച്ചത് ഇബ്ലീസാണ്. അവരുടെ അനുയായികളുടെ ഗണത്തിൽ നമ്മൾ പെടാതിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് നമുക്കുള്ള ബന്ധം നമ്മൾ മുറിച്ചു മാറ്റിയാലും മുറിഞ്ഞു പോകുന്നതല്ല. ഇത്രമേൽ വലിയ പദവി നൽകപ്പെട്ടിട്ട് നാളെ ആഖിറത്തിൽ ഈ സമുദായത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന നേതാവിന്റെ അഷ്റഫുൽ ഖൽഖിന്റെ അനുയായി എന്ന പേരിൽ ആദരിക്കപ്പെടുന്നത് കാണുമ്പോൾ നമ്മൾ ചൂളിപ്പോകും. എന്താണ് ആ ഹബീബിന് വേണ്ടി ഞാൻ ചെയ്തത് എന്ന് ആലോചിക്കുമ്പോൾ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധമായ റബീഉൽ അവ്വലിൽ എങ്കിലും നമുക്ക് ഹബീബിനോടുള്ള മഹബ്ബത്തിനെ ഷൗഖിനെ വർദ്ധിപ്പിക്കാൻ സാധ്യമാകണം. ഇവിടെ മാത്രം നിലനിൽക്കേണ്ടതല്ല. ഈ റബീഉൽ അവ്വലിൽ നമ്മൾ സമാഹരിച്ചെടുക്കുന്ന ഊർജ്ജങ്ങൾ, നമ്മൾ സ്വീകരിക്കുന്ന ഈ വിജ്ഞാനങ്ങൾ അടുത്ത ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ആത്മീയമായ ജീവിതത്തിന്റെ ഒരു ഇന്ധനമായി മാറും. അതിലൂടെ ഹലാവത്തുൽ ഈമാൻ, ഈമാന്റെ മധുരം അനുഭവിക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യുക.